ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് നമുക്കൊരു അടിപൊളി ക്യാരറ്റ് പോള റെഡിയാക്കിയാലോ. ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. ക്യാരറ്റും മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അടിപൊളി ക്യാരറ്റ് പോള റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു വലിയ 2 ക്യാരറ്റ് ഒന്ന് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊരു മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു വലുതാണെങ്കിൽ 2 എണ്ണം മതിയാവും, ചെറിയ ക്യാരറ്റ് ആണെങ്കിൽ ഒരു 3 എണ്ണം. ഇതിന് ഞാനിപ്പോൾ ഒരു 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ആ മുട്ടയും കൂടി പൊട്ടിച്ച് മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. നല്ല മധുരം വേണം. ആ മുട്ടയും ക്യാരറ്റെല്ലാം ഒന്ന് മിക്സായി വരുമ്പോൾ നല്ല മധുരം ഉണ്ടാവണം. അങ്ങനെ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും പിന്നെ ഒരു 2.5-3 അടുത്തൊരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. പാലൊഴിക്കുന്നില്ല, അതുകൊണ്ട് ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് പാൽപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം. ഇതാ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് നമുക്ക് RKG ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് RKG ഒന്നെല്ലായിടത്തൊന്ന് ചെമ്പിൻ്റെ എല്ലാ സൈഡിലൊന്നും ആയിക്കോട്ടെ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അടിച്ചു വെച്ചിട്ടുള്ള ആ ക്യാരറ്റ് ഒഴിച്ച് കൊടുക്കാം. ഒരു പണിയുമില്ല, ഭയങ്കര ഈസിയാണ്. പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ നമുക്ക് ചായക്കൊരു കടിയില്ലാണ്ടിരിക്കുമ്പോൾ വേഗം റെഡിയാക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഈ ക്യാരറ്റ് പോള. എന്നിട്ട് നല്ലോണം ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അതിൻ്റെ ഇടയിൽ ഒന്ന് സെറ്റായി വരുമ്പോൾ ഞാൻ കുറച്ച് കിസ്മിസും നട്ട്സും ഒന്ന് നെയ്യിൽ പൊരിച്ചിട്ടൊന്ന് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അധികം സെറ്റാകുന്നതിന് മുമ്പ് തന്നെ അതിലിട്ട് കൊടുക്കണം, എന്നാൽ അതിൽ എന്താ പറയുക മേലെ തന്നെ പൊങ്ങി നിൽക്കും. അപ്പം നമ്മുടെ ക്യാരറ്റ് പോള ഇതാ റെഡി ആയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ്സിൻ്റെ അടുത്ത് എടുത്തിട്ടുള്ള ടൈം. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് പോള ഇങ്ങനെ കട്ട് ചെയ്ത് കഴിച്ച് നോക്കുന്നുള്ള സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി അടുത്ത ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.